ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് ഉപ്പിട്ട് വെച്ചിരുന്ന ഭരണി ഉണ്ടല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഞാനിതുപോലെ വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെ നമുക്ക് തലയിൽ തേക്കാനുള്ള ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ എണ്ണ ഡെയിലി യൂസ് ചെയ്യാറില്ല, ഒന്നട വിട്ടാണ് തേക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യും. തലയിൽ കുറേശ്ശെ നമ്മുടെ ഈ ഫിംഗറിൻ്റെ ടിപ്പിലില്ലേ, ഇതിങ്ങനെ എണ്ണ കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് എടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഈ എണ്ണ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഡെയിലി ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഒന്നട വിട്ട് യൂസ് ചെയ്താൽ മതി. കുളിക്കുന്ന സമയത്ത് ഇത് ഷാമ്പു ഇട്ടിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മതി. ഇതുപോലെ നമുക്ക് ഹെയർ ഫാൾസ് കൂടുതലുള്ള സ്ഥലത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ തലയിൽ തന്നെ വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറേശ്ശെ എണ്ണ ഇതുപോലെ യൂസ് ചെയ്താൽ മതി. നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊന്ന് അപ്ലൈ ആവണം, എന്നാലാണ് ഹെയർ ഫാൾസ് ഒക്കെ മാറിയിട്ട് പുതിയ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഈ എണ്ണ തേച്ചതിന് ശേഷം ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പുതിയ തലമുടി എനിക്ക് ചെറുതായിട്ട് പുതിയതായിട്ടൊക്കെ വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് എന്താണെന്ന് പറയാം കേട്ടോ. ഇപ്പം എന്തായാലും ഞാനിപ്പോൾ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ ഇത് തലമുല്ല ഇങ്ങനെ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ കുളിക്കുകയുള്ളൂ. ഇപ്പോഴൊന്നും കുളിക്കത്തില്ല കേട്ടോ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. നമ്മുടെ ഹോം മേക്കേഴ്സിന് പൊതുവേ എല്ലാവരും പറയുന്ന കാര്യമാണ്, നമുക്ക് ഒന്നിനും സമയം തികയുന്നില്ല എന്നുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ഹോം മേക്കേഴ്സ് എന്ന് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെയും അടുക്കളയിൽ പണിയെടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റൊക്കെയാണ് പലരുടെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത്. പക്ഷേ ആ ഒരു ചിന്തയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ കയ്യിൽ തന്നെയാണ് അത് എങ്ങനെ ആ സമയം വിനിയോഗിക്കണമെന്നുള്ളത് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് നേരം ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവനും വേസ്റ്റായിട്ട് പോകുന്നതായിട്ട് തോന്നും അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഉള്ള സമയം നമ്മൾ 24 മണിക്കൂർ നമ്മൾ അടുക്കളയിൽ തന്നെ പണികൾ ചെയ്തുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ 24 hours നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മുടെ സമയം സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ മാക്സിമം ലഞ്ച് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ ഇപ്പോൾ മക്കൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എങ്ങനെയുള്ളവരാണെങ്കിലും ഞാനിപ്പോൾ പറയുന്ന ടിപ്സൊക്കെ ഹോം മേക്കേഴ്സിനായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. വർക്കിംഗ് വുമൻസിന് ചിലപ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നാലും നിങ്ങൾക്കും ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് നമ്മുടെ ജോലികളെല്ലാം, കുക്കിങ്ങിൻ്റെ ജോലികളെല്ലാം നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരിക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് നമുക്ക് എന്തായാലും മക്കളും ഹസ്ബൻഡും ഒക്കെ ഓഫീസിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് സമയം കിട്ടുമല്ലോ. ആ സമയത്ത് നമുക്ക് നമ്മുടേതായ കുറച്ച് ടൈം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 hour നമുക്ക് എടുക്കാം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഗാർഡനിങ്ങിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ മീ ടൈമിനോ, നമുക്ക് എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യാനോ, നമ്മുടെ ഹോബീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ഒരു സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് തിട്ടപ്പെടുത്തുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ബുക്ക് വായിക്കണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതിനാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർക്കിൽ പോകുന്നതിനാണ് ഇഷ്ടം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ രാവിലെയാണ് ചെയ്യേണ്ടത്, യോഗയും മെഡിറ്റേഷനും ഒക്കെ. അപ്പോൾ അതൊഴികെയുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഹസ്ബൻഡും മക്കളും ഒക്കെ ഓഫീസിൽ പോയതിന് ശേഷം ഒരു 10 to 11 മണിക്കുള്ളിൽ നമുക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ള എന്ത് കാര്യവും ഒരു ടു ഡു ലിസ്റ്റായിട്ട് നമ്മൾ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ തന്നെ അത് പ്ലാൻ ചെയ്യുകയോ ചെയ്യണം കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്, രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണിത്. അപ്പം നിങ്ങൾക്ക് എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് ടിക്ക് മാർക്ക് കൊടുത്ത് പോകാം കേട്ടോ.
അപ്പോൾ അങ്ങനെ നമുക്ക് സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികൾ മാത്രം നമ്മളൊരു ദിവസം പ്ലാൻ ചെയ്യാം കേട്ടോ. അതിൽ ക്ലീനിങ്ങിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ മന്ത്ലി ക്ലീനിങ് അല്ലെങ്കിൽ വീക്ക്ലി ക്ലീനിങ്, ഡെയിലി ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. രാവിലെ എഴുന്നേൽക്കുന്നു, മക്കൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലത്തേക്കുള്ള ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. ഡെയിലി നമുക്ക് ഡ്രസ്സസ് വാഷ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. പിന്നെ സ്വീപ്പിംഗ് ചെയ്യാനുണ്ട്, അതായത് അടിച്ചു വാരാനുണ്ടായിരിക്കും. പിന്നെ മോപ്പിംഗ് ചെയ്യാനുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. ഇതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുക. ഇത് നമ്മളൊരു രാവിലെ ഒരു 10-11 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കുമെന്ന് ഒരു ദൃഢനിശ്ചയം തന്നെ എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നൊരു കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്ത് തന്നെ എപ്പോഴും ജോലികൾ ചെയ്യണം. ഒരേ ജോലി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതിൽ ബോറടി ഉണ്ടാവും, ടയേർഡാവും. പിന്നെ നിങ്ങൾക്ക് ഒരു ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാരമായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഹോം മേക്കിംഗ് എങ്ങനെ ഈസി ആക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലാൻ ചെയ്ത് കുറേശ്ശെ ക്ലീനിങ്ങുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുക കേട്ടോ. ഒരു ദിവസത്തെ സമയം നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും ഇന്ന് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. അപ്പം രാവിലെ നിങ്ങൾ കുളിക്കാനൊന്നും പാടില്ല കേട്ടോ. നിങ്ങൾ അത്യാവശ്യം ഇച്ചിരി അഴുക്ക് പിടിച്ചിട്ടുള്ള ഡ്രസ്സ് തന്നെ ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് നിങ്ങൾ വീടൊന്നും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണോ ഏതെങ്കിലും ഒരു സെക്ഷൻ ഡീപ്പ് ക്ലീനിങ് ചെയ്തതിന് ശേഷം പോയിട്ട് നിങ്ങൾ കുളിച്ച് റിഫ്രഷ് ആയിട്ട് പിന്നെ നിങ്ങൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ആയിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങൾ വെക്കാനും ഓരോ സ്പേസ് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടെത്തിയിരിക്കണം. ഇപ്പോൾ രാവിലെ മക്കളെ സ്കൂളിൽ വിടുന്ന സമയത്തായിരിക്കും അമ്മമാർ ചിലപ്പോൾ ബെൽറ്റ് അന്വേഷിച്ച് നടക്കും, ചിലപ്പോൾ ഇതുപോലെ ഷൂസ് അന്വേഷിച്ച് നടക്കും, ചിലപ്പോൾ സോക്സ് അന്വേഷിച്ച് നടക്കും. ഇതൊക്കെ രാവിലെ മിക്കവാറുമുള്ള എല്ലാ വീടുകളിലും നടക്കുന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. തീരെ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് ഇതൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെയുള്ളവർ നിങ്ങൾ ഈ ഒരു സമയത്ത് മദർഹുഡ് നിങ്ങൾ എൻജോയ് ചെയ്യുക കേട്ടോ. തീരെ പൊടി മക്കളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ മോള് ചെറിയ വയസ്സായിരുന്നപ്പോൾ തൊട്ടേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് അവളെയും നോക്കുമായിരുന്നു. എനിക്ക് പിന്നെ നോക്കാനൊന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ആമിയെ നോക്കിയതും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവൾ ഉറങ്ങുന്ന സമയത്തായിരുന്നു ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കാതിരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു മക്കളൊക്കെ ചെറുതാണ്, നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അവർ ഉറങ്ങുന്ന സമയത്ത് സമയം കണ്ടെത്തുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പോട്ടെ, മക്കൾ കുറച്ചും കൂടി വലുതായതിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുക കേട്ടോ. ഒരിക്കലും അതൊരു ഭാരമായിട്ട് എടുത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ഇതോ അയ്യോ ഇത്രയൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ ജോലികളുണ്ടല്ലോ ചെയ്യാനെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ വീട്ടിലെ പണികൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് മ്യൂസിക് വീട്ടിൽ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ക്ലീനിങ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാക്കണമെങ്കിലും ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ വീട്ടിലെ അമ്മയോ അച്ഛനെയൊക്കെ ഫോൺ ചെയ്തുകൊണ്ട് അവരോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളതിലൊരു സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ബോറടി തോന്നത്തില്ല. നമ്മൾ ചെയ്യുന്ന ജോലി വലിയ ഭാരമായിട്ടും തോന്നത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ അയ്യോ എനിക്കിന്ന് പറ്റത്തില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ഇത്രയും കൂടി ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തവും നിങ്ങൾക്ക് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ തന്നെ സമയം കുറേ പോവും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ കുറേ സമയം നമുക്ക് നഷ്ടമാവും അല്ലേ. പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത്, അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം പൊതുവിൽ നമ്മൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും ഒരു സീരിയൽ കാണാനോ അല്ലെങ്കിൽ ഫോണിലിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കാനോ ഒക്കെ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിരിക്കും അല്ലേ, ഒരു ത്വരയായിരിക്കും. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാനതിൽ ഒരുപാട് സക്സസ് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇതുപോലെ രാവിലെ ആമിയെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ചുമ്മാതൊന്ന് ഫോൺ എടുത്ത് നോക്കും. ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻസിന് റിപ്ലൈ തരാനായിരിക്കും കേട്ടോ ഞാൻ ഫോൺ എടുക്കുന്നത്.
പക്ഷേ അത് കഴിഞ്ഞിട്ട് നേരെ യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോസും ഷോർട്സ് വീഡിയോസും കാണുവാണെങ്കിൽ പിന്നെ പറയണ്ട, അന്നത്തെ ദിവസം മൊത്തം അങ്ങനെ അങ്ങ് ഇരുന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യും. എനിക്ക് ഒരുപാട് തവണ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മനഃപൂർവ്വമായിട്ട് കോൺഷ്യസ്ലി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഞാൻ അനാവശ്യമായിട്ട് ഇനി ഫോൺ യൂസ് ചെയ്യത്തില്ല എന്ന്. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സമയം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫോൺ എടുക്കില്ല എന്നല്ല, എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്യണം, ഇതിൽ കൃത്യമായിട്ട് വീഡിയോസ് ഇടണം, പിന്നെ കമൻസിന് റിപ്ലൈ കൊടുക്കണം, ഇതൊക്കെ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനൊരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ നോക്കും, കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് വെളിയിലേക്ക് വരും. അപ്പോൾ അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ടി വിയിൽ സീരിയൽ കാണാനും മറ്റുള്ള സമയത്തിനൊക്കെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പണിയും നടക്കത്തില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിൽ ഏർപ്പെടുക. ഇപ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, ഒരു കാര്യമില്ലാത്ത കുറേ ഗോസിപ്പുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരുപാട് സമയം ഇങ്ങനെ കളയുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നത്തില്ലേ? ചിലപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, എന്തിനാണല്ലേ ഇത്രയും നേരം ഞാൻ വേസ്റ്റ് ആക്കിയത്, ഇന്നത്തെ എൻ്റെ സമയം പോയല്ലോ, എനിക്കിന്ന് ഒട്ടും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ചിന്തിക്കാതിരുന്ന് കാണത്തില്ലല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങൾ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുക കേട്ടോ. നിങ്ങൾക്ക് ഗുണമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് നിൽക്കരുത്. അത് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു പക്ഷേ അത് ഗോസിപ്പുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമ്മുടെ ജീവിതത്തിന് വാല്യൂ തരാത്തൊരു ടോക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഒഴിവാക്കുക തന്നെ വേണം. നമുക്ക് നമ്മുടെ സമയം ഏറ്റവും വിലപ്പെട്ടതാണല്ലേ, നമുക്ക് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മളിങ്ങനെ കളയാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്തിനാണെന്ന് വരെ തോന്നിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയെന്ന് പറയുന്നത്, കൃത്യമായിട്ടുള്ളൊരു മീൽ പ്രിപ്പറേഷൻസ് ഉണ്ടാക്കി വയ്ക്കുക. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ തയ്യാറാക്കി വയ്ക്കും. അതുപോലെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ചേക്കും കേട്ടോ. പിന്നെ ചെറിയുള്ളി ഞാനങ്ങനെ പൊളിച്ച് വെക്കാറില്ല. പിന്നെന്താ, ഇതുപോലെ മസാല ബോക്സസ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതെടുത്ത് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കാനുള്ളതെല്ലാം ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമ്മളിതൊക്കെ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഡെയിലി റുട്ടീനിൽ നമ്മൾ കുറേശ്ശെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും സമയലാഭവും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് തോന്നും. നിങ്ങൾ ഇതുവരെയും ഇതൊന്നും പരീക്ഷിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരുപാട് വീട്ടമ്മമാർ ഇപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറയുന്നുണ്ട്, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, നിനക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്, ആതിരെ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് ഈ യൂട്യൂബ് ചാനലും കൊണ്ടുപോകുന്നതെന്ന്. അപ്പം നമ്മൾ കൃത്യമായിട്ടൊരു സമയം എല്ലാത്തിനും പ്രിപ്പയർഡായിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് ടൈമിലാണ് ഞാൻ വന്നിരുന്ന് നിങ്ങളുടെ കമൻസൊക്കെ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതും പിന്നെ എഡിറ്റിംഗ് ചെയ്യുന്നതും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്കിപ്പോൾ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് 3 ദിവസം എടുക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ച് കുറേശ്ശെ എഡിറ്റിംഗ് ചെയ്തിട്ട് പിന്നെ വോയിസ് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിയുന്നത് ഒരു വീഡിയോ ഇടുന്നതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ അന്ന് രാവിലെയൊക്കെ ആയിരിക്കും കേട്ടോ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഓരോ വീട്ടിലെയും അവസ്ഥ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമയം ക്രമീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഹെൽപ്പ് നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുക കേട്ടോ. ഒരിക്കലും ചോദിക്കാതിരിക്കരുത്. അങ്ങനെയൊക്കെ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്ന പോയിൻറ്റ്സ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പോയിൻറ്റ്സ് അഡീഷണലായിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും പറയുക. പിന്നെ ഇത്രയൊക്കെ ചെയ്താൽ മാത്രം പോരാ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ടൊരു സമയം, മീ ടൈം എന്ന് പറയും അതിനെ, അല്ലെങ്കിൽ സെൽഫ് കെയർ ടൈം എന്നൊക്കെ പറയും. മീ ടൈം നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും കൺസിഡർ ചെയ്യണം. നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ തന്നെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു നോട്ട്സ് പോലെ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ ജേണൽ എഴുതി വയ്ക്കുകയോ ഒക്കെ ചെയ്യുക. എന്നെക്കൊണ്ട് ഇന്ന് ഇതിന് പറ്റി, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, എന്നെക്കൊണ്ടും പറ്റും എന്നൊക്കെ നിങ്ങളെ തന്നെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നും. ഇല്ലാതെ നിങ്ങൾ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ഇങ്ങനെ മടിച്ചയാണ്, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആരും നിങ്ങളെ വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്ത് തരത്തില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം ചെറിയ ടാസ്കുകളാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ തന്നെ സ്വയം അതിൽ അപ്രീഷിയേറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും
ഹോം മേക്കിംഗ് ഈസി ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് വൈകുന്നേരത്തെ ഒരു സ്നാക്ക് റെസിപ്പിയും കൂടെ കാണാം കേട്ടോ. ഇത് ഞാൻ സ്ട്രീറ്റ് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ്. നമ്മുടെ ഇവിടെ ചെന്നൈയിലെ എല്ലാ സ്ട്രീറ്റുകളിലും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം മയനൈസാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അതും കുറച്ച് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സിയുടെ ബാക്ക് പൾസ് ഇട്ടിട്ട് ഒന്ന് ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറേ നേരം നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഉപ്പും അതുപോലെ തന്നെ ഷുഗർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നുള്ളു വിനാഗിരിയും കൂടെ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്താൽ മതി. മറക്കാതെ തന്നെ ഒരു ഗാർലിക്കിൻ്റെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരേ ഒരു ഗാർലിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലിയാണ്. വെളുത്തുള്ളിയുടെ ഒരേ ഒരു അല്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മയനൈസ് റെഡി ആയിട്ടുണ്ട്. വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ചെയ്യാനായിട്ട് 3 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മയനൈസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള മുട്ടയുടെ മഞ്ഞയും പിന്നെ അല്ലാതെ അഡീഷണലായിട്ട് ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ചെറിയൊരു സവാള പൊടിയായിട്ട് നുറുക്കിയതും ഇതുപോലെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് മുട്ട നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഓംലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെടും മക്കൾക്കൊക്കെ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാം. സ്കൂളിൽ സ്നാക്ക് ബോക്സ് റെസിപ്പി ആയിട്ട് കൊടുത്തു വിടാം. നല്ല ടേസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടയിൽ ഇത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഇപ്പോൾ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന ഒരു മുട്ടയില്ലേ, മുട്ട ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വലുതായിട്ട് പരത്താം കേട്ടോ. കാരണം നമ്മളിപ്പോൾ 2 ബ്രെഡാണ് ഇതിലേക്ക് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 ബ്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫില്ലിംഗ് ആയിരിക്കും, കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതുപോലെ മുട്ടയുടെ ആ ഒരു പോർഷനിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിടുമ്പോഴത്തേക്ക് ഇതുപോലെ മുട്ടയുടെ പോർഷൻ മീതെ ഭാഗത്തേക്ക് വരും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയനൈസ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ടൊമാറ്റോ സോസ് കടയിൽ നിന്ന് മേടിച്ചതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 ബ്രെഡിലും കൂടി ചേർത്ത് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതുപോലൊന്ന് മൊരിച്ചെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ കൊത്തമല്ലിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടുത്തെ സ്ട്രീറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്തത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും മയനൈസും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ എന്തായാലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.